ബ്രാൻഡ്സും എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കമ്മ്യൂണിക്കേഷൻ ലൈൻ അതിലേക്ക് മാറുന്നുണ്ട്. അതെ. ഇപ്പോൾ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷിഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ are going very creative. Hello, everyone. Welcome to another episode of EcoFight brought to you by Unbound Slate. So, in this episode, we are going to talk about where brand meets culture and commerce meet creativity. I am Parvati. And I'm Aravind. ഒരു ചേഞ്ച് ഓഫ് ലാംഗ്വേജ് അല്ലേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് മലയാളത്തിലാണ്. അതെ. നമുക്ക് ഓണം ഫോക്കസ് Mhm. ഡിസ്കഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി യു സി എസ് ഇങ്ങനെ ഒരു അറ്റയറിൽ ഞങ്ങളെ കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബേസിക്കലി കവർ ചെയ്യാൻ പോകുന്നത് ഓണത്തിനെ പറ്റി, ഓണത്തിന്റെ തനിമയും ബ്രാൻഡ്സ് എങ്ങനെ ഓണത്തിൽ മാർക്കറ്റ് ചെയ്യുന്നു, Mhm. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ, ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ഇന്ത്യ ഉം. നമുക്ക് കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്, കുറേ നോട്ട് ജസ്റ്റ് ഓണം അല്ലെ. ഡെഫിനറ്റ്ലി ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയനും നമുക്ക് നിറയെ ഫെസ്റ്റിവൽ എവറി ടൈം നമുക്ക് എന്തെങ്കിലും എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ട്. സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. അപ്പൊ സോ നമ്മളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ ഡിസ്കഷൻ വിൽ ബി ഓൺ ലൈക്ക് എങ്ങനെയാണ് ഓരോ ബ്രാൻഡ്സ് ഈ ഉം. ഫെസ്റ്റിവൽസിനെ അവരുടെ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതും ഉം. ആൻഡ് ഹൗ കൺസ്യൂമേഴ്സ് ഇതിനെ കാണുന്നതും അതിന്റെ അവരുടെ റിയാക്ഷൻ ടു ഇറ്റ്. ഓക്കെ. അതെ, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓണം. ശരി. ഇപ്പൊ ഓണക്കാലം ആയതുകൊണ്ട് ഓണം അതെ. മാത്രം മതി എന്നല്ലേ? ഓണക്കാലം വരും, വാഴ സദ്യ വരും. സോ നമുക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എങ്ങനെ ബ്രാൻഡ്സ് ഇവോൾവ് ആയി, എങ്ങനെ ബ്രാൻഡ്സ് മാർക്കറ്റ് ചെയ്യുന്നു. സോ ബിഫോർ ദാറ്റ് നമുക്ക് എങ്ങനെ നമ്മളെ കൺസ്യൂമേഴ്സ് ആക്ച്വലി ഇവോൾവ് ആയി ഓവർ ദി ഇയേഴ്സ് ഉം. എന്നുള്ളത് വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ബിക്കോസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സോ ലാസ്റ്റ് 5 ഇയേഴ്സ് പോലും വേണ്ട, ഈവൻ എങ്ങനെയാണ് ട്രെൻഡ്സ് മാറുന്നതും എങ്ങനെ ബിഹേവിയർ പാറ്റേൺ ഉം. കൺസ്യൂമേഴ്സിനെ ഇവോൾവ് ആവുന്നതാണ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ എ വെരി മോണിമെന്റൽ പേസ്. അതെ. phase right now. അപ്പോൾ we'll start with how the consumers were ഉം. and how they are right now. ഉം. അല്ലേ? അതിൽ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ അത്രയും മുന്നേ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ നേറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നാണ്. Mhm. ഇപ്പോൾ ടെക്നോളജി എല്ലാവർക്കും ആക്സസിബിൾ ആണ്. എല്ലാവരെയും സ്പെഷ്യൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ഹൈ എൻഡ് Mhm. സ്മാർട്ട് ഫോൺസ് ഉണ്ട്. എല്ലാവരും ആ ഒരു ആംഗിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഉം. അറ്റ് ദ അതെ. സെയിം ടൈം മാർക്കറ്റിംഗ് സംബന്ധിച്ചോളം മാർക്കറ്റിംഗ് അവർക്ക് വേണ്ട ആഡ്സ് എപ്പോഴും ഒരു ഇമോഷണൽ ആഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആഡ്സ് ആയിരിക്കാം. Mhm. അത് എത്തുന്ന റീച്ച് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ? ഉം. ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ ഒരു ജെൻസി കൾച്ചർ, അല്ലെങ്കിൽ ഒരു ജെൻ വൈ, അല്ലെങ്കിൽ ജെൻ ആൽഫ, ഇവർക്കൊക്കെ സ്ക്രീൻസ് ഉണ്ട്, സ്ക്രീൻ ഉം. ടൈം ഉണ്ട്, അതെ. സ്ക്രീൻസ് ഉണ്ട്. ഇവർക്കൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളൊരു വലിയ ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഐ തിങ്ക് 5 കൊല്ലം മുമ്പ് ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ ആയിരിക്കും ഡിസിഷൻ മേക്കേഴ്സ്. അതെ. ഇപ്പം അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഡിജിറ്റൽ നേറ്റിവിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻസ് ഉള്ളതുകൊണ്ട് Mhm. ആ ഒരു ഭയങ്കര ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? അതെ. സോ ഇപ്പോൾ if you take any festival or Onam should look good in front of the camera. ഉം. That's how it is right now. നമ്മൾ എന്തെടുത്താലും we need to look good in front of the camera. We need to have അതുകൊണ്ടല്ലേ നമ്മൾ ഈ മുണ്ടും സാരിയൊക്കെ അതെ അതെ കൊടുത്തിരിക്കുന്നത്. നാലാളെ കാണുകയാണെങ്കിൽ കാണട്ടെ. അതെ. സോ കാരണം എവ്രി വൺ വാണ്ട്സ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്
group ഉം. or a peer group ഉം. wherein ഇപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു ഹാഷ്ടാഗ് ഓണം. ഓണം. ഉം. അതെ. അപ്പൊ എനിക്കും എൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് അത് ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു പ്രഷർ ഫീൽ ചെയ്യും. ഉം. എന്നാൽ നമുക്ക് എല്ലാവർക്കും വി ഓൾ ലൈക്ക് ടു ഷോ ഓഫ്. അതെ. എത്രയൊക്കെ പറഞ്ഞാലും വി നീഡ് ടു ഹാവ് ദാറ്റ് ഫീൽ ഗുഡ് ഉം. ഫാക്ടർ ഇൻ us. ഉം. So that is what I think is one area where marketers are നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഉം. ഒരു പോർഷൻ. ഒരു ബിക്കോസ് സ്പേസ് ആണ്. our space is giving marketers a lot of user generated content. ഇതൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡിനെക്കാട്ടിലും ഉപരി ഒരു അറ്റാച്ച്മെന്റ് ടു കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ടു കൾച്ചറൽ എത്തിക്സ്. ഓണം എന്ന സെലിബ്രേഷൻ ആയിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ് അല്ലേ ഇത്? അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ NRK റെസിഡന്റ് കേരളൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വേ വെയർ ദേ ട്രൈ ടു കണക്ട് ദംസെൽഫ് ഉം. ഫാമിലി ആയിട്ടാണെങ്കിലും അല്ല വീട്ടിലെ ഒരു ഭക്ഷണം കഴിക്കാനാണെങ്കിലും അന്ന് ഓണത്തിന് ഒരു സദ്യ അതെ കഴിക്കാനുള്ള അതെ അല്ലേ. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു നമ്മൾ ബാക്ക് ടു റൂട്ട്സ് അതെ. പോകുന്ന ഒരു ഉം. ഫീലിംഗ്. എത്ര എത്ര ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ ഓണ ദിവസം സദ്യയും അതെ പായസവും വേണം. പായസം അതല്ലേ? ഇല്ലെങ്കിൽ അത് ഓണാവില്ലല്ലോ. അത് ഓണാവില്ല. അതെ. അതെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ നീഡ് നമുക്ക് നമ്മളുടെ ആ ഒരു റൂട്ട്സിലേക്കും ട്രഡീഷനിലേക്കും പോകണം ഉം. എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിലൊരു പ്രൈഡ്. പ്രൈഡ്. ആ. ഞാൻ ബാക്ക് ടു റൂട്ട്സ് ആണ് എന്നതിലൊരു പ്രൈഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ സീ റീസെൻ്റ്ലി. നമ്മളിങ്ങനെ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ a pride in going back to our culture ഉം. or celebrating our roots ഉം. 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 is something that has evolved. ഐ തിങ്ക് അതുകൊണ്ടാണ് ഇപ്പൊ ബ്രാൻഡ്സും എനിക്ക് തോന്നുന്നു കുറെയൊക്കെ മെസ്സേജിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ അതിലേക്ക് മാറ്റിയിരിക്കുന്നത് അല്ലേ? അതെ. ഇപ്പോ ഈ പ്രൈഡ് ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗോയിങ് ബാക്ക് ടു റൂട്ട്സ് കേരള റൂട്ട്സ് എന്നുള്ളൊരു ഒരു ഷിഫ്റ്റ് അവരുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. അതെ എൻറ്റയർ ബ്രാൻഡിങ് ഈ ഒരു ഓണം സീസൺ ആകുമ്പോൾ ചേഞ്ച് ചെയ്യും. അതെ തീർച്ചയായിട്ടും. മിക്ക ഐ തിങ്ക് റീറ്റെയിൽ സ്റ്റോഴ്സ് ഇപ്പോൾ മൈജി അല്ലെങ്കിൽ ബിസ്മി ഇവരെല്ലാവരും ഓണം ബൊണാൻസ ഓണം അതെ സെയിൽ അതെ എല്ലാം ഇലക്ട്രോണിക്സ് ടു വാട്ട് യു സേ മേ ബി ഈവൻ കെമിക്കൽ മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഇവരെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ ഓണം അല്ലേ? ഓണം അതെ ഇത് അതെ. ഏതൊരു ബ്രാൻഡ് അത് നമ്മളുടെ പണ്ട് തൊട്ടേ ഉണ്ട്. ഏതൊരു ബ്രാൻഡ് എടുത്താലും നോട്ട് നെസസറിലി B2C ഈവൻ B2B ബ്രാൻഡ്സ് എടുത്താലും everyone celebrates. ഉം. Everyone has എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്യാമ്പയിൻ അതെ റണ്ണിങ് ഡ്യൂറിങ് ഓണം അതെ. സീസൺ, ഓണം സെയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉം. സോ അത് മാത്രമല്ല വാട്ട് വി സീ നൗ ഇസ് ദാറ്റ് നിറയെ D2C കൈൻഡ് ഓഫ് ഉം. മാർക്കറ്റ് പ്ലേസിലും ഉം. യു ഹാവ് ഡയറക്റ്റ് ഡെലിവറി ഓഫ് പ്രോഡക്ട്സ്. അതെ. സദ്യ കിറ്റ് റീസെൻ്റ്ലി ഞാൻ കണ്ടു ഒരു ആഡ് ഓൺ സം ടേസ്റ്റി നിബിൾസ് ലൈക്ക് ഉം. അവരുടെ പ്രീ കുക്ഡ് ഫുഡ് യു ജസ്റ്റ് ഓക്കെ. നീഡ് ടു പുട്ട് ഇൻ വാട്ടർ. ആ. അത് ഹീറ്റ് ചെയ്തിട്ട് യു ഹാവ് ഓൾ യുവർ സദ്യ സദ്യ ഐറ്റംസ് എൻറ്റയർ സദ്യ ഐറ്റംസ്. entire ഓ സദ്യ ഐറ്റംസ്. നൈസ്. സോ ഇറ്റ് ഈസ് ഓൾറെഡി സീൽ വാക്യൂം സീൽ പ്രീ കുക്ഡ്. ചൂടുവെള്ളത്തിലിടുക, കൺവീനിയൻസ് അല്ലേ? അതെ കഴിക്കുക കഴിക്കുക ചൂടുവെള്ളത്തിലാ കഴിക്കുക. കഴിക്കുക. ഓക്കെ. അപ്പോൾ ഐ മീൻ സോ അങ്ങനെയുണ്ട്. യു ഹാവ് യുവർ എൻറ്റയർ പൂക്കളം കിറ്റ് റെഡി, വാട്ട് ടു ഡു, ഓൾ ദോസ് തിങ്സ്. സോ ഇന്നാളൊരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഒരു ചവിട്ടി ആ അതൊരു പൂക്കളം പൂക്കളം ഡിസൈൻഡ് ഡിസൈനില്ല. അത് വെച്ച് കഴിഞ്ഞാൽ പൂക്കളം 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 പോലെ തന്നെ അത് റെഡിമെയ്ഡ്. ready-made. So അതെ. that is it. I mean, from food, beverages to all these things that comes on the celebratory kit of Onam to over the clothes we wear. അപ്പോൾ എത്രത്തോളം ഈ ഓണത്തിന് എന്തിടും അല്ലെങ്കിൽ നെക്സ്റ്റ് ഓണത്തിന് എന്താണ് ഈ ഓണത്തിന്, വാട്ട് ഇസ് എ ന്യൂ ഡ്രോപ്പ് കമ്മിങ് അപ്പ്, which brand is coming with the latest trend. All this thing is something which ഈ recent years has gained Evolved. so much of traction. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ റീറ്റെയിൽ സ്പേസ് നമ്മൾ എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്പേസ് അല്ലെങ്കിൽ ക്ലോത്തിങ് അപ്പാരൽ ഫാഷൻ സ്പേസ് സമ്മതിക്കുകയാണെങ്കിൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഫാഷനിലല്ലേ? പുതിയ ട്രെൻഡ് എന്തൊക്കെ ഡിസൈൻ ചേഞ്ചസ് വരുന്നുണ്ട്. അതെ. ഈവൻ നമ്മളുടെ കസവ് മുണ്ടിലും സാരിയിലാണെങ്കിലും എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. ബ്ലോക്ക് പ്രിന്റ്സ് ബ്ലോക്ക് പ്രിന്റ്സ് ആണോ, ആ പ്രിന്റ് ആണോ, ഇസ് ഇറ്റ് മിനിമലിസ്റ്റിക് ഡിസൈൻ ഓർ am I going into maximistic side? സോ ആ ഒരു ചേഞ്ചസ് Shift ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. Okay. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു 2025 ഓണം കുറേയൊക്കെ ബ്രാൻഡ്സ് ആർ ഗോയിങ് വെരി ക്രിയേറ്റീവ് അല്ലേ?
എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ എനിക്ക് AR ഫീച്ചേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സ്വിഗ്ഗി ആണെങ്കിലും സ്വിഗ്ഗി ഒരു ഫോക്കസിങ് ഓൺ നമ്മുടെ സദ്യ ഡെലിവറി അല്ലേ? Yeah. ഐ തിങ്ക് ലാസ്റ്റ് 2 years അല്ലെങ്കിൽ 3 years ആയിട്ടാണ് ഇതിന്റെ ഒരു വലിയൊരു ഷിഫ്റ്റ് വന്നത്. അതെ. പണ്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറീസ് വരുന്നുണ്ടോ എന്ന് സ്വിഗ്ഗി അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ കൊല്ലം നല്ലൊരു AR ക്യാമ്പയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. ആ ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് ഓണസദ്യയും സ്വിഗ്ഗിയുമായിട്ട് വരും അല്ലേ? ചാൻസ് ഉണ്ട് അതിന്. Yeah, definitely. തീർച്ചയായിട്ടും. ഇപ്പോൾ when we look at all the campaigns, I always find that the Milma campaign, even though they haven't named a campaign as Tradition in a Cup or anything as such, but they always come up with beautiful ways and how you can their payasam mixes and recipes, all those things. So like you were saying, നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ എപ്പോഴും നമ്മൾ കാണുന്നത് അമ്മയുടെ പായസം അതെ അല്ലെങ്കിൽ അമ്മുമ്മയുടെ പായസത്തിന് അതേ ടേസ്റ്റ് ഉള്ള അതെ ആ ഹടപ്പുള്ളതും ഒരു പപ്പടമൊക്കെ ആയിട്ട് അതെ ആ ഒരു ലൈനിലായിരിക്കും എല്ലാ ക്യാമ്പയിനും റൺ ആവുക. വൈ ഇറ്റ് ഹാപ്പൻസ്, വൈ നമ്മൾ ഇത്രയും നാളായിട്ടും വൈ ഡു വി സ്റ്റിൽ സീ അമ്മയുടെ കൈ കൊണ്ടുള്ള പായസത്തിന്റെ അതേ ടേസ്റ്റ് ഉള്ള പായസം മിക്സ്? ബിക്കോസ് നമുക്ക് എപ്പോഴും ആ ഒരു ഇമോഷണൽ കണക്ട് വേണം. അതെ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് എപ്പോഴും വി സ്റ്റിൽ ഗോ ബാക്ക് ടു ദ സെയിം പ്ലേസ്, ഹോം. വി സ്റ്റിൽ ഗോ ബാക്ക് ടു റൂട്ട്സ്. ദാറ്റ്സ് ദ ബേസിക് ഫൗണ്ടേഷൻ ബേസിക് ഓഫ് ഓൾ ഫൗണ്ടേഷൻ ദിസ് അതെ. തിങ്സ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻസിൽ പോകുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ചിലപ്പോൾ മുണ്ടിൽ കസവാണ് അല്ലേ? ഇപ്പോൾ ഓണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഓണത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കുറേ ബ്രാൻഡ്സ്, പുതിയ ബ്രാൻഡ്സ് അതിനെ ഓവർടേക്ക് ചെയ്ത് അതിന് വേറെ മെറ്റീരിയലായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചസ്, ഡ്രോപ്സ്, അത് നമ്മളെ പ്രോഡക്റ്റ് ആക്ച്വലി ഒരു മാർക്കറ്റ് പ്ലേസിൽ വർക്ക് ആവോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റിംഗ് ഫേസ്, പൈലറ്റിംഗ്, ഇതൊക്കെ നടത്താനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓണം. ഓണം ബിക്കോസ് ആക്ച്വലി കൺസ്യൂമേഴ്സ് ആയിട്ട് നമ്മൾ തന്നെ കൺസ്യൂമേഴ്സ് ആണല്ലോ ഓഫ് മെനി പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ തന്നെ നോക്കിയിരിക്കുക എന്താണ് പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ട്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ, ഒരു അയലിൽ കൂടെ നടക്കുമ്പോൾ, ഇസ് ദർ എനി ഡിഫറെൻറ്റ് പായസം മിക്സസ് അവൈലബിൾ? അല്ലെങ്കിൽ ഓഫീസിൽ പരിപാടി ഉണ്ട്, എന്ത് കൈൻഡ് ഓഫ് ഓണത്തിന് ഈ പ്രാവശ്യം ഡ്രസ് ഇടാം, ഇസ് ദർ സംതിങ് ഡിഫറെന്റ് ഐ ക്യാൻ ലുക്ക് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പം ആസ് എ കൺസ്യൂമർ നമ്മൾ നോക്കുകയാണ് ഡിഫറെന്റ് തിങ്സ് മാർക്കറ്റ് പ്ലേസിൽ എന്താ പുതിയതായിട്ടുള്ളത്. സോ ഫോർ എ മാർക്കറ്റിയർ, ഫോർ എ ബ്രാൻഡ്, ഇറ്റ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു launch new products, test new products in the market. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്പേസിൽ സ്മോൾ ലോക്കൽ ഹോം ഗ്രോൺ ബ്രാൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ജയൻസ് മിന്ത്ര, നൈക്ക ഫാഷൻ, ഇവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിലല്ലേ? Yes. Especially homegrown brands, because അതിനും homegrown brands have gained a lot of traction. നമ്മളുടെ ആലപ്പുഴയിൽ ഉണ്ടാക്കിയ കാർപ്പറ്റ് ആണല്ലോ റെഡ് കാർപ്പറ്റ്, അതെ തീർച്ചയായിട്ടും അവരുടെ യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്, ഈവൻ മെനി ഫാഷൻ ബ്രാൻഡ്സ്, ദേ ആർ സ്റ്റൈലിംഗ് മെനി ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഫോർ ഗ്ലോബൽ ഈവൻറ്റ്സ്. അപ്പോൾ ദേ ആർ getting a lot of traction. So ഇത് പ്രാഡയുടെ കൊലാപ്പുരി ചെരുപ്പിട്ട പോലെ അല്ലേ? That is different. That was Prada using that particular footwear, style of footwear. I'm saying that designers, brands from Kerala, they are designing outfits for global superstars, global people, yes, global audience. So that is a big thing for us. That's a big thing, especially for us coming from Kerala, because nammal roots, nammal traditions, people are seeing and people are accepting it. Appo that means that there is opportunity for the local brands to come up. And they're trying different things also. Like you said, in different material, like fashion, because we are talking about fashion. സാധാരണ കസവ് മുണ്ട് എന്ന് പറഞ്ഞാൽ കോട്ടണില് കരയുള്ള വൈറ്റും ഗോൾഡ് കര അങ്ങനത്തെ. ഇപ്പൊ യു ഹാവ് മുണ്ട് ഇൻ ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഡിഫറെന്റ് പ്രിന്റ്സ് വിത്ത് ബ്ലോക്ക് പ്രിന്റ്സ് ഓഫ് വാട്ട് നോട്ട്, ഡിസൈൻസ് ആൻഡ് എവറിത്തിങ് അല്ലെ. ആൻഡ് ഇറ്റ് കംസ് ഇൻ ലിനൻ ആൻഡ് എനി അതർ മെറ്റീരിയൽ യു വാണ്ട്. So that is something which brands can experiment.
And then you will know which sell, which doesn't sell, all those things. ഇതൊരു ജെൻഡർ സ്പെസിഫിക് അല്ല. നമുക്ക് മെയിൽ, ഫീമെയിൽ, അതർ ജെൻഡേഴ്സ് ആയാലും എല്ലാവർക്കും മാർക്കറ്റ് ചെയ്യുന്ന ഫാഷൻ ആണ്. എല്ലാത്തിലും ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ? അതെ സാരി ആണെങ്കിൽ സാരി ഇപ്പോൾ ഓൾറെഡി പ്രീ ഡ്രേപ്പ് സാരി വരുന്നുണ്ട്. അതെ അതെ കുറേ ന്യൂ തിങ്സ്. നമ്മൾ പണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വെള്ളമുണ്ട്, അതിനൊരു ഗ്രീൻ അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസ് ആയിരിക്കും അതെ ഫോർ ഫീമെയിൽ. മെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുണ്ടും ഒരു ഷർട്ടും. അതെ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് FMCG ഇൻഡസ്ട്രിയിൽ അല്ലേ? യെസ്. ക്ലോത്തിങ് ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ഇപ്പോൾ മിക്സിങ് എത്നിക് ആൻഡ് വെസ്റ്റേൺ അതെ വെയർ അതെ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ സാരി തന്നെ പല രീതിയിൽ ഡ്രേപ്പ് ചെയ്യാൻ പറ്റും, അതെ അങ്ങനെ അതും സെറ്റുമുണ്ട് എങ്ങനെ ചെയ്യാം, ഉം, ഓൾ ദോസ് തിങ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൗ യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട്, എല്ലാവർക്കും ഞാൻ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഉം. നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാം, അത് എൻ്റെ ബ്രാൻഡ്സ് ആർ ഷോയിങ് ഇറ്റ്. അതെ That is more different because brands are showing to see you wear our product. ഉം, ഞാൻ അതിൽ ഒരു വീഡിയോ എടുക്കുന്നു. ബ്രാൻഡ് ഇസ് ടേക്കിംഗ് എ വീഡിയോ ഓഫ് വെരി നോർമൽ പീപ്പിൾ, influencers, ഉം, to which we can very much relate to those influencers. ഉം, എന്നിട്ട് they're showing, see how good they look, ഉം, എന്നിട്ട് നമ്മളെ കാണിക്കുകയാണ്. And influencers are promoting it. So ഉം, we'll feel like, okay, nice. ഉം. They are not any zero size models. Very human, നമ്മളെ പോലുള്ള ആൾക്കാർ, very much relatable. And those influencers are recommending those brands. So why not try it out? അതെ എക്സാക്ട്ലി. അപ്പോൾ പറഞ്ഞു നമ്മൾ ഈ സംസാരിച്ച് വന്നപ്പോൾ നമുക്ക് എനിക്ക് വന്നൊരു തോട്ടാണ്. ഇപ്പോൾ ചില ബിഗർ ബ്രാൻഡ്സ് മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്ലെയിൻ ആയിരിക്കും, അവരുടെ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയിരിക്കും, ടു ദ പോയിന്റ് ആയിരിക്കും. പക്ഷേ ഈ ഫെസ്റ്റിവൽസ്, അതായത് ഈ ഓണം സമയം വരുമ്പോൾ അവർ ചിലപ്പോൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യും ഉം, അല്ലേ? ഉം. അതെന്തുകൊണ്ടായിരിക്കും? One thing, my understanding is that ഇങ്ങനെ why they do is that they want to show that they're still there and അവർക്ക് ആ ഒരു കണക്ഷൻ കാണിക്കാൻ ഉം, ആണ്. പിന്നെ when you do it, obviously നമ്മളൊരു മാസമായിട്ടൊരു പോപ്പുലേഷനോടാണ് സംസാരിക്കുന്നത്. അതെ ഈ എസ്പെഷ്യലി ഡ്യൂറിങ് ഓണം ടൈം. ഉം, ഓണം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ കേരള നമുക്ക് ദർ ഇസ് നോ റിലീജിയസ് ഡിവൈഡ്, ഇല്ല എവ്രി വൺ സെലിബ്രേറ്റ്സ്. അതെ അപ്പോൾ ആ സമയത്ത് യു ആർ പുട്ടിങ് അപ്പ് സം ക്യാമ്പയിൻ ആൻഡ് യു ആർ ഉം, സ്പെൻഡിങ് യുവർ മണി, മീൻസ് യു ഹാവ് എ ഹ്യൂജ് population to whom you can actually communicate അതെ and bring them together അതെ to your place. ഉം, So that's the one basic ഉം, thing why. And then ഇപ്പം നമ്മൾ നോക്കിയാൽ വെരി ബിഗ് ബ്രാൻഡ്സ് വരെ they are into more local and regional contents, ഉം, using regional ഉം, languages, regional influencers, so that അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു എൻട്രി പോയിന്റ് കിട്ടി. ഉം, they can reach ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്ന എക്സാക്ട്ലി അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റും. പറ്റും. ഇപ്പോൾ ബാരിയേഴ്സ് ഓഫ് എൻട്രി ഏതൊരു ടാർഗറ്റ് മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡിജിറ്റൽ പീരിയഡ് ഉം, ഇറ്റ്സ് വെരി ലോ. ഉം, ഐ എം ടോക്കിംഗ് അബൌട്ട് FMCG ബ്രാൻഡ്സ്. മനസ്സിലായി. ഓക്കെ സോ ആ ഒരു ബാരിയർ ഓഫ് എൻട്രി ലോ ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം പേഴ്സണലൈസ് ചെയ്ത് കണ്ടന്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കൺസ്യൂമറിന്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ വി വേക്ക് അപ്പ് വിത്ത് നോട്ടിഫിക്കേഷൻ ഫ്രം സ്വിഗ്ഗി സേയിങ് ദാറ്റ് ബിരിയാണി ഈസ് മിസ്സിംഗ് മീ. അതെ എക്സാക്ട്ലി Right? എക്സാക്ട്ലി. ഇതിപ്പോ ഓണമാകുമ്പോ സദ്യ മിസ്സിംഗ് സദ്യ ഇസ് മിസ്സിംഗ് മീ ഓർ യുവർ സദ്യ ഇസ് റെഡി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അത്രയും പേഴ്സണലൈസ് ആയിട്ട് കണ്ടന്റ് നമുക്ക് അതെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെ ടാർഗറ്റഡ് ആയിട്ട്. സോ ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. അതും ഒരു ഓണം ടൈമിൽ എസ്പെഷ്യലി പീപ്പിളിന്റെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയിരിക്കുന്ന സമയം പൊട്ടൻഷ്യൽ കൂടിയതല്ല, അവർക്ക് അതിന് വില്ലിങ്നെസ് ടു പേ Willingness, മോർ ആണ്. സ്പെൻഡിങ് കപ്പാസിറ്റി സെയിം ആയിരിക്കും, ആയിരിക്കും. പക്ഷെ ദ വില്ലിങ്നെസ് ടു പേ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഇസ് മോർ. അതൊരു വീക്ക് ലോങ് അല്ലെങ്കിൽ മന്ത് ലോങ് ആക്ടിവിറ്റി ആയി മാറുമ്പോൾ എല്ലാ ബ്രാൻഡ്സും അത് ഏറ്റെടുക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചും കൂടി ഫൺ ഫെസ്റ്റീവ് മോഡിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വലിയ ബ്രാൻഡ്സ് ആ സമയത്ത് കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് വെച്ചുണ്ടാക്കിയ സദ്യ ആ അല്ലേ? അതെ, ഓർ ഡബിൾ ഹോസ് ഓർ കിച്ചൺ ട്രഷേഴ്സ് ഓർ എനി ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സദ്യ, they all want to promote അതെ. it. അപ്പോൾ ഐഡിയലി നമ്മളിപ്പോൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ ഏതൊരു ബ്രാൻഡ്, ഗ്ലോബൽ ബ്രാൻഡ് ആയിക്കോട്ടെ, ഇന്ത്യൻ ബ്രാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിത്തിൻ കേരള ബ്രാൻഡ് ആയിക്കോട്ടെ, അവർ ഐഡിയലി ഓണത്തിന്റെ ഈ ഒരു ഹൈപ്പ് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല അല്ലേ? ഒരിക്കലും. നെവർ. അത് ഓണം എന്ന് മാത്രമല്ല, എനി ഫെസ്റ്റിവൽസ് എടുക്കുകയാണെങ്കിലും ദാറ്റ് ഇസ് എ ടൈം. നമുക്കിപ്പോൾ നമ്മളുടെ ക്യാമ്പയിൻ റൺ ചെയ്യണത് തന്നെ അങ്ങനെയാണല്ലോ. ഏത് ഫെസ്റ്റിവലിനാ
അത്രയും നാളെ ആ സീസൺ മാറി അടുത്ത സീസൺ വരുന്നതിന് ആ ഫെസ്റ്റീവ് അതെ സമയത്താണ്. ഫോർ അതെ എക്സാമ്പിൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യ ബേസിസ് നോക്കുകയാണെങ്കിൽ ഈവൻ ഓണം കേരളത്തിൽ മാത്രമല്ല, അല്ല അതിന്റെ ക്യാമ്പയിൻസ് റൺ ത്രൂ തമിഴ്നാട്, അതെ കർണാടക എല്ലാ അതെ സ്ഥലത്തേക്കും റൺ ചെയ്യും. ഉം. ഇപ്പൊ തമിഴ്നാട്ടിലെ ആഡീസയിലും നമുക്ക് ഇവിടെ ഉണ്ട്, അതെ ഇല്ലേ? ഉണ്ട് അതേപോലെ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയാണ് റൺ ചെയ്യുന്നത്. സോ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും എസ്പെഷ്യലി ഇൻ റീറ്റെയിൽ ആൻഡ് FMCG, ക്യാമ്പയിൻസ് വിൽ ഓൾവേസ് ലിങ്ക്ഡ് വിത്ത് എനി കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ. Then you have your Christmas or Diwali അതെ ഓരോ ഫെസ്റ്റിവൽസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വന്നുകൊണ്ടിരിക്കും. സോ എക്സാക്ട്ലി all these things are linked because അപ്പോഴാണ് ഈ the biggest factor that is willingness to pay, to spend is potentially higher for people. മനസ്സിലായി. ഓക്കെ, പിന്നെയുള്ളൊരു കീവേഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ നൊസ്റ്റാൾജിയ മാർക്കറ്റിംഗ് അല്ലേ. ഉം. പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് നമ്മൾ മെസ്മറൈസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു ഫ്രണ്ട്സായിട്ട്. അതൊരു വലിയൊരു ഗോൾഡ് മൈൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഹൗ ഡു യു റിലേറ്റ് ദാറ്റ് ടു ഓണം ഓർ വാട്ട് ഡു യു തിങ്ക് ബ്രാൻഡ്സ് ഹവ് ഡൺ? ഏത് ബ്രാൻഡ്സ് ആണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? Nostalgia എന്ന് പറയുന്നത് it's like it's a latest trend which the Gen Z have picked up also. Because അവർക്ക് 90s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ വലിയൊരു സംഭവമാണ് ഓക്കെ എന്നുള്ളൊരു ധാരണ ആ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ അവർക്ക് ആ ഒരു 90s വൈബ് ഭയങ്കരമായിട്ട് അവർ ഇഷ്ടമാണ്. ഒരു ആസ്പിറേഷണൽ ലെവൽ. അതുകൊണ്ടാണ് വി സി ഫാഷൻ ബ്രാൻഡ്സ് സ്ട്രീറ്റ് വെയർ, സ്ട്രീറ്റ് സ്റ്റൈൽ ഫാഷൻ തിരിച്ചു വന്നു. അതെ Another trend that is very lately happening is ugly fashion. അതായത് chunky footwear, ഓക്കെ oversized coats, all kind of things which normally very not so good looking kind of footwear ഒക്കെ. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90s പീരീഡിൽ നടന്ന ഒരു സംഭവം, പോപ്പുലർ ആയിരുന്നു. പോപ്പുലർ ആയിരുന്നു. അത് ഇപ്പോൾ രണ്ടാമത് the Gen Z is taking it in. Why? Because it is millennials were more into sophistication and acceptance. We need to look good and nice. Wherein Gen Z wants more. Okay, I need to stand out, even if it is in a weird kind of a way. Okay, മനസ്സിലായി. so that is why ugly fashion is a very big industry and actually making money. മണി ഓക്കെ Okay, when we look into that, എപ്പോഴും that is also a nostalgia element. അതെ ഇവിടെ when you're talking, this is also a nostalgia Nostalgia element, element അതെ. because ഇവിടെ you're saying is that okay, ഓണം ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ഇപ്പൊ ഏതൊരു ആഡ്, ഒരു നോർമൽ നമ്മളെ കേരളത്തിലെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ആഡ് കാണിക്കുകയാണെങ്കിൽ ഓണം പീരീഡിൽ what do you usually see? What is the front image will be? First image ഒരു വീടിന്റെ മുറ്റത്ത് എല്ലാരും ഇരുന്ന് അല്ലെ, ഫാമിലി ഫാമിലി ആയിട്ട് ഇരിക്കണ. ഇരിക്കുന്നു, അതെ പൂക്കൾ ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൽ ദാറ്റ് സീൻ ഇസ് ബീൻ, ആ ഒരു സീൻ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് അവിടെ ഏതൊരു ടൈപ്പ് ഓഡിയൻസിനും അത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏതൊരു ലൈഫിൽ ഏതൊരു സ്റ്റേജിലാണെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആഡായിട്ട് ഒരു കണക്ട് ഉണ്ടാവാൻ പറ്റും. Whether you're in your early childhood period or whether you're in your early adulthood or in your old age or whatever period in your life you are, അവർക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതെ. So anywhere, any campaign you take for all this kind of festivals, you have an element of nostalgia. Because നമുക്ക് എപ്പോഴും നല്ല ഓണം വീട് അതെ നാട്ടിൽ പോണം, ആ ഒരു ഫീലിംഗ് അതിനെ റിവോൾവ് ചെയ്തിട്ടാണ് എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നത്. ഓക്കെ, പാർവതി ഇപ്പൊ പറഞ്ഞില്ലേ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് എല്ലാ ക്യാമ്പയിൻസിലും ഉണ്ട്, എല്ലാ ആസ്പെക്ട്സ് ഓഫ് നമ്മുടെ ഓണം ട്രഡീഷൻസിൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ബ്രാൻഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞു ഗോൾഡ് മൈൻ ആണ്, ഓക്കെ ഫൈൻ, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഒരു വലിയൊരു കമ്പനി, ഒരു ആമസോൺ അല്ലെങ്കിൽ ഒരു മിന്ത്ര, അവർക്ക് ആ സ്കെയിലും അവർക്ക് ആ ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം അല്ലേ. ബാക്കിയുള്ള ബ്രാൻഡ്സ് ഇതെങ്ങനെ ചെയ്യും? നൊസ്റ്റാൾജിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ഒരു ഇമോഷനാണ്, അതെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ്. അതൊരു ഇറ്റ്സ് ലൈക്ക് എ ബിറ്റർ സ്വീറ്റ് ഇമോഷൻ. അപ്പം നമുക്ക് ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ഫുഡിന്റെ മണം വരുമ്പോഴാണെങ്കിലും നമ്മൾ പണ്ടുള്ള കാര്യങ്ങൾ ഓർക്കണം.
എന്നുള്ളൊരു അത് നമുക്ക് നല്ല കാര്യമായിരിക്കും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ വിഷമമുള്ള കാര്യമായിരിക്കും അതെ. അത്. അതുകൊണ്ടാണ് ഇതൊരു മിക്സഡ് ഇമോഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിൽ ഇത് ഇപ്പോൾ പോപ്പുലർ ആയതാണ്, നൊസ്റ്റാൾജിയ മാർക്കറ്റിംഗ് ഓർ നൊസ്റ്റാൾജിയ 90s പീരിയഡ്. ഇപ്പോൾ ഇസ് വെരി ട്രെൻഡിങ് ആൻഡ് ഓൾ അതെ. ദോസ് തിങ്. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ഓവർ ദ ഇയേഴ്സ് ട്രഡീഷണൽ മാർക്കറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്. കാരണം ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ, കാരണം ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. അതെ. ഒരു ബ്രാൻഡിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള വലിയൊരു ഇമോഷനാണ് നൊസ്റ്റാൾജിയ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു 80-85% നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഐ ഹാവ് എ ഗുഡ് positive attitude towards a brand, there are chances that I go and end up buying that particular brand. മനസ്സിലായി. My നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നാലോ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ആഡ്സിലും എല്ലാത്തിലും പോസിറ്റീവ് ഫീലിംഗ് ഉള്ള ഇതാണ് കൂടുതലും എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നത്, അല്ലെ? നല്ലൊരു സീനറി കാണിക്കുക, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കാണിക്കുക. അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ഗ്രാൻഡ് മദറും കൊച്ചുമോനും തമ്മിലുള്ള അല്ല, റിലേഷൻഷിപ്പ്. ഇപ്പൊ ഈ ഒരു പോയിന്റില് എനിക്ക് തോന്നുന്നു റീസെന്റ് കുറച്ചു കാലം മുമ്പ് ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു. ഒരു റിലീജിയസ് ബേസിസിൽ ആഡ് ചെയ്തപ്പോൾ അത് നെഗറ്റീവ് ക്രിറ്റിസിസം വന്നിരുന്നു അതിന്. അപ്പൊ നെസ്റ്റാൾജിയ നമ്മൾ ഓർത്താലും നമുക്കൊരു ഫൈൻ ലൈൻ ഇല്ല അതില്. സി എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഹാസ് എ ഫൈൻ ലൈൻ. നമ്മൾ എന്ത് പെർസ്പെക്റ്റീവിൽ ഇത് ആൾക്കാർ എടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കുറേ ആൾക്കാർ ആർ വില്ലിങ് ടു ടേക്ക് ഇൻ മോർ ഹ്യൂമർ ആൻഡ് നമുക്ക് ഇമോഷണൽ ആഡ്സും ഒക്കെ ഇഷ്ടം. അതെ. ഹ്യൂമർ ഇൻ ദ ആഡ്സും ക്യാമ്പയിൻസും ബ്രാൻഡ്സ് പോപ്പുലർ, നമുക്ക് വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. അപ്പൊ കുറെയൊക്കെ ഇറ്റ് ഇസ് ഫൈൻ. പിന്നെ ഇറ്റ്സ് ഹൗ വി ടേക്ക് ഇറ്റ്. അപ്പൊ ദാറ്റ് ഇസ് വേർ യുവർ PR comes and അതെ, എക്സാക്ട്ലി. saves you. ഓക്കെ. ആൻഡ് ഇതിലും ഇപ്പോൾ എനി ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് നമുക്ക് റൺ ചെയ്യാം. ഇമോഷൻസ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് നൊസ്റ്റാൾജിയ, എനി കൈൻഡ് ഓഫ് ഇമോഷൻസ് അതെ. നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും ത്രൂ ആഡ്സ്. എന്തൊരു യു ടേക്ക് എനി കൈൻഡ് ഓഫ് ആഡ്സ്, റീസെന്റ് ആഡ്സ്, 90% ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന ആഡ്സ് ആയിരിക്കും. ആ കൈൻഡ് ഓഫ് ഇമോഷൻസേ യൂഷ്വലി മാർക്കറ്റേഴ്സ് എടുക്കാറുള്ളൂ. ദെൻ യു ഹാവ് ഡാർക്ക് ഹ്യൂമർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് വിച്ച് ട്രഡീഷണൽ ബ്രാൻഡ്സ് വോണ്ട് ടേക്ക്. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ ആയിട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ബ്രാൻഡ്സ് മാത്രമേ ആ ഒരു ഇതിലേക്ക് പോവുള്ളൂ. മനസ്സിലായി. ഓക്കെ. So we were discussing so far on എങ്ങനെ brands use ചെയ്യുന്നു ഓണം as a platform to launch their products, എന്തൊക്കെ kind of emotions use ചെയ്യുന്നു. We spoke of nostalgia and all these things. Another one trend which I see is all this eco-friendly products and sustainable. Why നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, that is again another one important trend. I won't say trend, but something good for cause or for the planet or whatever it is that is happening right now. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയായിരിക്കും നല്ലത്. ഖാദി ഇൻഡസ്ട്രീസും ഒരു ക്യാമ്പയിൻ ബേസിക്കലി നടത്തുന്നുണ്ട്. എനിക്കും വേണം ഖാദി, അല്ലെങ്കിൽ ഐ ഓൾസോ വോണ്ട് ഖാദി എന്നുള്ളൊരു ക്യാമ്പയിൻ അവർ ഐ തിങ്ക് ഈ ഒരു ഓണം മാസം ഫുൾ റൺ ചെയ്യുന്നുണ്ട്. ദി കെപ്റ്റ് ഒരു 100 crore ടേൺ ഓവർ വെച്ചിട്ട് 30% റിബേറ്റ് ഇൻ ഖാദി ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ബാക്ട് ഇനീഷ്യേറ്റീവ് ഇസ് ഫോർ എക്കണോമിക്കൽ അല്ലെങ്കിൽ എക്കോളജിക്കൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, എല്ലാ കാരണങ്ങളും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇത് റിവൈവ് ചെയ്യുന്ന ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ദാറ്റ് സ്പീക്സ് വോള്യൂംസ്, അല്ലേ? ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു ക്യാമ്പയിൻ നടത്തണം, ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം, ഇറ്റ് സ്പീക്സ് വോള്യൂം. ആൻഡ് ഐ തിങ്ക് അത് മാസസ് അത് സ്വീകരിച്ച് അത് മാസസ് എടുക്കുമായിരിക്കും. തീർച്ചയായിട്ടും. ഗവൺമെന്റിന്റെ വേറെ ഹരിത ഓണം, ഹരിത കേരളം ഇനീഷ്യേറ്റീവ്സ്, അതും ഇറ്റ്സ് ബാക്ക്ഡ് ബൈ ഓൾ ദിസ് തോട്ട് പ്രോസസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. എങ്ങനെ അത് എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലുള്ളതാണ്. അപ്പോൾ ഈവൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുണ്ട്, കോർപ്പറേറ്റ് സൈഡിൽ നിന്നും കുറെ അങ്ങനത്തെ ഇനീഷ്യേറ്റീവ് ഡ്യൂറിങ് ദിസ് പീരിയഡ് നടക്കാറുണ്ട്. റീറ്റെയിൽ ആണെങ്കിലും FMCG ആണെങ്കിലും എന്താണെങ്കിലും
അവരിപ്പോൾ കോർപ്പറേറ്റിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ കൊടുക്കുന്ന ഓണം കിറ്റ്സ് അതെ. അതെല്ലാം റീയൂസബിൾ ബാഗ്സ് അല്ലെങ്കിൽ ഡീകമ്പോസിബിൾ ബാഗ്സിലായിരിക്കും. പാക്കേജിംഗ് ഇപ്പൊ നല്ലോണം മാറിയിട്ടുണ്ട് അല്ലെ. പാക്കേജിംഗ് ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് നിന്ന് മാറി കുറെ ഇപ്പം പുതിയ പ്രൊഡക്ട്സ് വരുന്നുണ്ട് വിച്ച് ആർ മെയ്ഡ് ഔട്ട് ഓഫ് റീസൈക്കിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ റീയൂസബിൾ മെറ്റീരിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഡീകമ്പോസിബിൾ മെറ്റീരിയൽ ആയിരിക്കാം അല്ലെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സ്പൂണ് കഴിക്കാൻ പറ്റുന്ന സ്പൂൺസ് വരെ ഇപ്പോ ഒരു ഇന്നോവേറ്റീവ് ഒരു മെഷർ ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സ്റ്റീൽ കപ്സ്, ടീ കപ്സ് ഉണ്ട്, ഫോക്സ്, സ്പൂൺസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സൊക്കെ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഈ പ്ലാവിലുള്ള പകരം ഈ ഒരു ഇതാണ് കൊടുക്കുന്നത് അവർക്ക്. സ്പോക്ക് അല്ലെങ്കിൽ ഫൂൺ വിച്ച് ആർ എഡിബിൾ. അതും കൗണ്ട്സ് ഇൻ ടു ദ സസ്റ്റൈനബിൾ മെഷേഴ്സ് അല്ലേ. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഓണം, സസ്റ്റൈനബിൾ ഫെസിലിറ്റീസ്, സസ്റ്റൈനബിൾ ഫെസ്റ്റിവൽസ്, അതിലേക്ക് ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ. സോ ദിസ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് സം പീപ്പിൾ സേ ഇറ്റ്സ് ലൈക്ക് എ മിത്ത് ഓർ ഇറ്റ്സ് എ ഫാഡ് ദാറ്റ് വോണ്ട് ലാസ്റ്റ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അതെ, എക്സാക്ട്ലി. ബിക്കോസ് ആ ഒരു ഇത് നമ്മളെ എല്ലാ ഇൻഡസ്ട്രീനെയും എഫക്ട് ചെയ്ത് പോകുന്ന ഒരു ഇതാണ് ഒരു കോൺസ്ട്രക്ട് എന്നോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് any kind of industry, whether you are in a D2C space, B2B or B2C or any kind of marketplace, sustainability programs and activities are there everywhere. അപ്പോൾ ആ ഒരു മൈൻഡ്ഫുൾ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല എങ്ങനെ മാർക്കറ്റ് ചെയ്യണു എന്നുള്ള വലിയ ചോദ്യം, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിനിമ ഡയലോഗിൽ ടൈപ്പ് പറയുകയാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമ്മൾ എന്ത് വിട്ടു പോകുന്നു എന്നുള്ള ചോദ്യം അല്ലേ. എല്ലാം തീർത്തിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതിലേക്കുള്ള ഒരു മൂവ്മെന്റും കൂടിയാണ് ഇതെല്ലാം. വാട്ട് ബ്രിങ്സ് ഡൗൺ ഇസ് ദാറ്റ് നമുക്ക് പറയുന്ന സെയിൽ വോള്യൂം മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ആ സെയിൽ നടക്കുന്നു, എങ്ങനെ നമ്മുടെ ബ്രാൻഡ് പെർസീവ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് എങ്ങനെ നമ്മുടെ ബ്രാൻഡിനെ പെർസീവ് ചെയ്യുന്നു, നാളെയും അവര് വന്ന് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവോ. അതെ, ആ ഒരു ബിഗ് ക്വസ്റ്റ്യൻ. റെസ്പോൺസിബിൾ ബ്രാൻഡ് ആയിട്ട് മാറുക എന്നുള്ളത്, നോട്ട് ജസ്റ്റ് ഹാവിങ് എ ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസസ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഇൻ നേച്ചർ അല്ലേ. തീർച്ചയായിട്ടും. I know we are shooting a bit ahead and the campaigns are still coming out, but so far what you have seen, which do you think stood out as the best campaign for Onam? എനിക്കും വേണം Khadi definitely stood out for me. Yes, I also want Khadi. That statement itself promotes everything that we speak for, right? അത് നമ്മളൊരു എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പയിൻ. പാർവതിക്കോ? I think I liked the Purnima Indrajit's Prana's drop, Onam drop. It was a very modern but yet rooted in tradition kind of designs. I really enjoyed watching the drop. So I think that really stood out for me. എന്ത് ടിപ്സ് ആണ് കൊടുക്കുക ചെറിയ ബ്രാൻഡ്സിന് അല്ലെങ്കിൽ ഹോം ഗ്രോൺ ബ്രാൻഡ്സ് ഇൻ കേരള? ഓണം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓണം ബ്രാൻഡിങ് നെക്സ്റ്റ് ഇയറിനോ അല്ലെങ്കിൽ അടുത്ത ഫെസ്റ്റിവലിനുള്ള എന്ത് ടിപ്സ് ആണ് കൊടുക്കുന്നത്? Not just for Onam, I will always say true to what you are trying to communicate. That's a first foundation. For Onam, I would say that stay local. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് കൊളാബറേറ്റ് ചെയ്യുക, ഓണം സ്റ്റോറി എങ്ങനെ ഡ്രോപ്സ് ഇടുക, ഓരോ ഓണം സ്റ്റോറീസ് ആക്കുക, അങ്ങനെ വളരെ റീജിയണൽ പേഴ്സണലൈസ്ഡ് കണ്ടന്റ്. അതാണ് ഐ തിങ്ക് ദാറ്റ് വർക്ക്സ് മച്ച് ബെറ്റർ ദിസ് ഇയർ. എനിക്ക് തോന്നുന്നൊരു ഫോക്കസ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പിക്കിൾസ്, ഹോം മെയ്ഡ് പിക്കിൾസ് ആണെങ്കിൽ ആ ഹോം മെയ്ഡ് പിക്കിൾസിന് തന്നെ ഓണം ഫ്ലേവേർഡ്, സ്പെഷ്യൽ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് ഫോക്കസ് നിഷ് കാറ്റഗറിക്ക് വേണ്ടി ചെയ്യാം അല്ലേ. Do you think a known Kerala brand can participate in this Onam campaign? Definitely. ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഓണത്തിന്റെ ഒരു സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ മാർക്കറ്റ് സ്റ്റഡി വെച്ചിട്ട് ഒരു നോൺ കേരള ബ്രാൻഡിന് എന്തായാലും ഒരു ഓണം ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിയൽ ആയിട്ട് സംസാരിക്കാനാണെങ്കിൽ അല്ലേ, പ്രോപ്പറായിട്ട് എന്താണ് ഓണം അറിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് അത് ഓണം എന്ന ഫെസ്റ്റിവൽ ഭയങ്കര കമേഴ്ഷ്യലാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഊതിപ്പെരുപ്പിച്ച് ഭയങ്കരമായിട്ട് പറയുന്നൊരു സംഭവമായി കമേഴ്ഷ്യലൈസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ യെസ്. പക്ഷേ നമ്മളൊരു നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ്, നമ്മൾ നല്ലൊരു കസ്റ്റമർ എൻഗേജ്മെന്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വിത്ത് വിച്ച് ഇസ് ആക്ച്വലി റൂട്ടഡ് ഇൻ ട്രഡീഷൻ, ഐ തിങ്ക് ദാറ്റ് റിയലി മാറ്റേഴ്സ്. ഓക്കെ, Not just making sales, but Nice. you're trying to connect. And like you were saying, ഒരു sentiments ഓണത്തിന്റെ the true sense you're showing your support അതെ. as a brand, not just local brand, any brand that matter. If you're trying to show that, I won't say that it is too commercial, but yes, to some extent it is commercialized. ഓക്കെ. Or especially during Onam time or any festival time, personalized content we give. So what is the role of this regional language, or have you seen regional language being used too much? അതിപ്പോ നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? അതെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്. അതെ അതിൽ കുറച്ച് ഇംഗ്ലീഷും ഉണ്ട്. നമ്മളിപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് വി കാൺ സ്പീക്ക് മലയാളം അല്ലെ, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ മദർ ടങ്ക് നാച്ചുറലി വരുന്ന ലാംഗ്വേജ് മലയാളമാണ്. യെസ്. അതെ പക്ഷെ നമുക്കത് അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടി കംഫർട്ടബിളായി സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അതെ എനിക്ക് തോന്നുന്നു റീജിയണൽ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ്. കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മലയാളിയാണെങ്കിൽ മലയാളത്തിൽ കേൾക്കുന്നതിൻ്റെ സുഖം വേറെ ഒരു ലാംഗ്വേജിലും കിട്ടില്ല. ഇല്ല എനിക്കാണെങ്കിലും എനിക്ക് കേൾക്കേണ്ടത് എനിക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കേൾക്കും, അതെ ഇംഗ്ലീഷ് ആണെങ്കിൽ ചിലപ്പോൾ അത്ര കേൾക്കില്ലായിരിക്കും അല്ലേ? അതെ അപ്പോൾ ഐ തിങ്ക് ഇതിനൊരു മാസീവ് റോളാണ് ഇപ്പോൾ ചെയ്യുന്നത്. റീജിയണൽ ലാംഗ്വേജസ് ഇപ്പോൾ എന്ത് റീജിയണൽ ലാംഗ്വേജ് ആയാലും, ഹിന്ദി ആയാലും ഇപ്പോൾ കന്നഡ ആയാലും മറാഠി ആയാലും, അവരുടെ ലാംഗ്വേജസിലേക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ആ ഒരു ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് നാച്ചുറലി വരുന്നൊരു ഭാഷയാണ്. അതെ So it definitely plays a massive role. Very much. I completely agree to that. Adana, we can see brands like Cadbury doing regional content language ads, very personalized ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എസ്പെഷ്യലി ഫോർ ദാറ്റ് എന്നുള്ള രീതിയിൽ we have seen a lot of brands doing that. അതെ. ഇപ്പൊ പറഞ്ഞല്ലോ ഓണത്തിന് നമ്മുടെ ഈ പാർവതി നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആൾക്കാരുടെ ബൈയിങ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബൈയിങ് ഇൻറ്റൻറ്റ് കൂടുതലാണെന്നുള്ളത്. അപ്പൊ ഈ സമയം ബ്രാൻഡ്സ് യൂട്ടിലൈസ് ചെയ്ത് ടെസ്റ്റിങ്ങിന് പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കാറുണ്ടോ? ഓക്കെ, അതെ, ദാറ്റ് ഈസ് എ വെരി ഗുഡ് പീരിയഡ് ടു സോഫ്റ്റ് ലോഞ്ച് നമ്മൾ കുറേ പ്രോഡക്ട്സ്. ഒന്നല്ലെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ലോഞ്ചിന് മുമ്പുള്ള ആക്ച്വൽ ലോഞ്ചിന് മുമ്പുള്ള പൈലറ്റിംഗ് ആയിരിക്കാം, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്ച്വൽ ലോഞ്ച് തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു പീരിയഡ് എനി ഫെസ്റ്റിവൽ, big festivals, especially like Onam and things like that, it's a perfect platform. Okay. Soft launches, in the kind of drop, and it's a very good space. കാരണം willingness, ആൾക്കാരൊക്കെ സ്പെൻഡിങ് കപ്പാസിറ്റി അല്ല നോക്കുന്നത്, പക്ഷെ ദേ വോണ്ട് ടു ബൈ ന്യൂ തിങ്സ്. അതെ. ആ ഒരു ഇത് ലൈക്ക് യു സെഡ്, ദ പർച്ചേസ് ഇന്റൻറ്റ് ആവാം, അല്ലെങ്കിൽ വില്ലിങ്നെസ് ടു ബൈ ആവാം, അത് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. സോ യെസ്, ഡെഫിനറ്റ്ലി എ ഗുഡ് പീരിയഡ് ടു Okay. launch your product. Nice. Okay. How do you think AI has helped Onam campaigns? ട്രിക്കി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ബേസിക്കലി. ഇപ്പോൾ ബ്രാൻഡ്സിനായാലും കൺസ്യൂമേഴ്സിനായാലും, ബ്രാൻഡ്സിന് ഒരു ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം AI വെച്ച് കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്താൽ മതി, എനിക്കൊരു ബെസ്റ്റ് കുർത്ത അല്ലെങ്കിൽ ബെസ്റ്റ് മുണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ട്രഡീഷണൽ മലയാളം വെയർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിളിൻ്റെ സെർച്ച് ഓവർവ്യൂവിൽ തന്നെ AI ബേസ്ഡ് ആൻസർ കിട്ടും. അതെ അതിൽ ടോപ്പ് 3 ബ്രാൻഡ്സ് ആയിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത് അതെ അല്ലേ? അതെ കൺസ്യൂമർ സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ യൂസ് ഓഫ് AI ഇസ് എ ലോട്ട് അതിൽ. അതെ അപ്പോൾ AI ബേസ്ഡ് ക്യാമ്പയിൻസ് ബ്രാൻഡ്സ് ചെയ്തില്ലെങ്കിൽ അതൊരു ലോസ് ആണ്. അറ്റ് ദ സെയിം ടൈം ബ്രാൻഡ്സിനാണ് ഇപ്പോൾ ഓണത്തിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ AI ടൂൾസ് കുറേ അവൈലബിൾ ആണ്. അതെ ആ AI ടൂൾസ് വെച്ച് അവർക്ക് അവരുടെ ബാക്ക് എൻഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഏതൊക്കെ റീജൻസിലാണ് വരുന്നത്, ഏതൊക്കെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്, എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഫർദർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലെവൽ ഒരു AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? യെസ് അത് യൂസ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ AI ചാറ്റ് ബോട്ട്സ് അല്ലെങ്കിൽ AI ചാറ്റ് ബോട്ട്സ് ഉണ്ടാക്കാം, AIയുടെ
ഇപ്പോൾ അസിസ്റ്റൻസ് ഉണ്ടാക്കാം, കുറേ കാര്യങ്ങളുണ്ട് AI വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. എല്ലാത്തിനും ഒരു നല്ലൊരു മലയാളി പേര് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല ട്രെൻഡിങ് ആയിട്ട് വരും. അതെ. സോ ഐ തിങ്ക് അതാണ് ഇപ്പോഴത്തെ ഒരു ടെക് എമർജിങ് അല്ലെങ്കിൽ അതായിട്ട് വരുന്നത് ടെക്കിൽ. ഓക്കെ. മാർക്കറ്റിംഗ് ആസ്പെക്ടിൽ ഞാൻ പറഞ്ഞത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് ബിഗ് ട്രെൻഡ്? ഇപ്പോൾ ടെക് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. നെക്സ്റ്റ് ബിഗ് ട്രെൻഡ് എന്തായിരിക്കും? I think ഇപ്പൊ നമ്മള് ഇന്റർനാഷണൽ മാർക്കറ്റിൽ what I've seen is a crossover collapse ഉം. of food, fashion or I think അത് നമ്മൾക്കും വരാനുള്ള നമ്മളുടെ Possibility മാർക്കറ്റിലും ഉണ്ട്. വരാനുള്ള പോസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഫുഡ് ആൻഡ് കോസ്മെറ്റിക്സ് ഇസ് വൺ തിങ് ദാറ്റ് വർക്ക്സ് ഉം. globally. അത് I think it will come trickle down to Not just food and cosmetics, I food mean, and I see apparel, food and apparel. I mean, I've Yeah. just said one top of my everything. mind Yeah. example. Mm. Food and cosmetics, food and apparel, or anything. Okay. Crossover collapse can happen. അത് നമ്മളുടെ മാർക്കറ്റ് പ്ലേസിലും വരാനുള്ള Nice. Okay. chances are. Nice. Okay. So, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് B2C ആണെങ്കിലും B2B Mm. ഓൾസോ പ്ലേസ് എ റോൾ. സോ അരവിന്ദിന്റെ തോട്ട് പ്രോസസ്സിൽ ഹൗ മച്ച് ഡു യു തിങ്ക് ദ B2B ക്യാൻ ഹാവ് എ റോൾ ഇൻ ദിസ്? Very, very big roles. B2B യിൽ ഞാൻ പറയുകയാണെങ്കിൽ it's not something that is just corporate focus അല്ല. അവരുടെ സർവീസസ് കോർപ്പറേറ്റ്സിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. പക്ഷെ B2B ഞാൻ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ്സ്, സദ്യ കിറ്റ്സ്, ഓണം കിറ്റ്സ്, you have your manufacturers, clothing manufacturers. ഇപ്പോൾ ഒരു ഡിസൈനർ ഒരു ക്ലോത്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് പ്രൊഡക്ഷനിൽ കയറ്റി അത് ഇവിടെ എത്തിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എൻഡ് ഓഫ് ദ ഡേ ഒരു മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്കല്ലേ. അതെ. അത് അപ്പോൾ ഐ തിങ്ക് ഓണത്തിന് B2B ഓൾസോ പ്ലേസ് എ വെരി ബിഗ് റോൾ. അപ്പോൾ റീച്ചിങ് ഔട്ട് ടു ബ്രാൻഡ്സ്, ഞങ്ങൾ നിങ്ങളുടെ ലോജിസ്റ്റിക്സ് നോക്കാം, ഞങ്ങൾ നിങ്ങളുടെ ഇത് ചെയ്യാം, ഞങ്ങൾ നിങ്ങളുടെ ടീം ഔട്ടിങ്സ് ചെയ്യാം, അല്ലെങ്കിൽ ടീം എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും ഓണത്തിന് അല്ലേ. ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ഓരോ ബ്രാൻഡ്സ് ഇവൻറ്റ്സ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ റോളാണ് അതിന് പ്ലേ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ മോൾസിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഗ്രൗണ്ട്സിൽ ആക്ടിവിറ്റീസ് ഇവൻറ്റ്സ് ഉണ്ടാവും വിച്ച് ആർ ആക്സസിബിൾ ടു ദ പബ്ലിക് അല്ലേ. അതെ. അങ്ങനത്തെ ഇവൻറ്റ്സ് ചെയ്യുന്നതെല്ലാം B2B ആൾക്കാരാണല്ലോ, B2B ഫോക്കസ് ടാർഗറ്റഡ് ആൾക്കാരാണ്. അവർക്കൊക്കെ നല്ല പോസിബിലിറ്റീസ് ആണ്. കാരണം അവരുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ അവരുടെ ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ പേര് എടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു മാർക്കറ്റ് അല്ലേ. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഐ തിങ്ക് ഓണം ഇസ് ഫോർ എവ്രി വൺ. യെസ്. അത് അതിൻ്റെ തനിമ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് പറയുകയാണെങ്കിൽ ഓണം ഇസ് ഫോർ എവ്രി വൺ അല്ലേ. നോട്ട് ജസ്റ്റ് എനി റിലീജിയൻ ഓർ എനി കാസ്റ്റ് ഓർ എനി എവ്രി വൺ. സിമിലർ ഫോർ ബ്രാൻഡ്സ്. ഓക്കെ. നൈസ്. ഓക്കെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറേ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. ദിവാലി ഒരു പാൻ ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. കാര്യം കുറേ സ്റ്റേറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ്. ഓണം അതുപോലത്തെ ഫെസ്റ്റിവൽ ആവാൻ ചാൻസ് ഉണ്ടോ? I don't really think so. എന്നായിരിക്കും. Commercially, yes. Commercially, it is definitely, I would say it is definitely a pan-India because എല്ലാ national brands ഉം global brands ഉം ഒക്കെ they all support. അതെ. Even influencers ഉം എല്ലാവരും they all dress up and they all do all kind of during the Onam period. But then still, I would say it will be limitations will be rooted to still our traditional values of Kerala and still rooted to being a Malayali. So അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഒരു മലയാളി വേണം. അതെ, ആ സ്ഥലത്ത്. പക്ഷെ എല്ലാ സ്ഥലത്തും മലയാളി ഉണ്ട്. ഉണ്ട്. അതെ. അതെ. പക്ഷെ still I would say it will be culturally rooted to Kerala. That's nice to hear. Okay. Yeah. So I think that's a wrap, Arvind. So we discussed how brands are riding this Onam wave and 2025 what are the trends നമുക്ക് കാണാൻ പറ്റും and how brands even local brands ആണെങ്കിലും എങ്ങനെ മുമ്പോട്ട് പോകുന്നതും ഒക്കെ അല്ലേ. അതെ. So I think we are almost ഡെഫിനറ്റ്ലി. done. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മലയാളം പോഡ്കാസ്റ്റിന്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടാവും അറിയില്ല. പക്ഷേ ഐ തിങ്ക് നമ്മൾ ഈ മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ റീജിയണൽ ലാംഗ്വേജസ് സംസാരിക്കുമ്പോൾ തന്നെ ഐ ഹോപ്പ് വി ഹവ് ബീൻ ഏബിൾ ടു കൺവേ അവർ പോയിന്റ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം അല്ലേ. അതെ. കമന്റ്സിൽ മെൻഷൻ അതെ. ചെയ്യാം, ചോദിക്കാം, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഈ കളറാവട്ടെ ഓണം, സദ്യ എൻജോയ് ചെയ്യൂ, എല്ലാവരും അടിച്ചു അതെ. പൊളിക്കൂ. Yeah. So like we say, celebrate thoughtfully, market mindfully and stay rooted. ഇതല്ലേ ഞാൻ Always. മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അതെ, അല്ലേ. അത് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് അത് പറഞ്ഞതേ ഇംഗ്ലീഷിൽ ഉള്ളൂ. ഹയർ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ. അതെ. അതെ. So I guess that's an end to our Yes. podcast. Happy Onam. ഹാപ്പി ഓണം. താങ്ക് യു ഗൈസ്. Thank you so much. താങ്ക് യു.